ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തെരണ്ടിമീൻ കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ദാണ്ട് ഒരു 3/4 കിലോ തെരണ്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കൂടുതലും തെരണ്ടിമീൻ തേങ്ങ വറുത്തരച്ച് കറി വെക്കാറാണ് പതിവ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ ഞാനിവിടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ തേങ്ങ അടുക്കി പിടിക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഇത്രയും കുരുമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ തീ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പാനിൻ്റെ ചൂടുകൊണ്ട് തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം വേണ്ട ഇവിടെ തേങ്ങയ്ക്ക് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 2 സ്പൂൺ സാദാ മുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, അല്പം ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങ വറക്കുന്നത് ഈ ഒരു പാകത്തിനാണ്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ചിരുന്നാൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ നരച്ചെടുക്കാം. അപ്പോൾ ഇതേണ്ടേ നമ്മുടെ തേങ്ങ വറുത്തത് അല്പം പോലും വെള്ളം ചേർക്കാതെ നല്ല കുഴമ്പ് രൂപത്തിൽ എനിക്കിവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും തേങ്ങ വറക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. വെള്ളം ചേർത്താൽ ഒരിക്കലും നമുക്ക് ഈ ഒരു കളർ കിട്ടില്ല. ഇനി നമുക്ക് ഈ അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ മിക്സിയുടെ ജാറിലിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ കുതിർത്ത് വെച്ച തോട്ടുപുളി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെൻ്റെ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരവും കൂടെ തീ ലോ ഫ്ലെയിമിലിട്ട് ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഞാനിത് വാങ്ങി വെക്കുവാണേ. ഇനി ഈ ചട്ടിയുടെ ചൂടിൽ അതിൽ തന്നെ ഇരുന്ന് കറി ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഇതേണ്ടേ നമ്മുടെ കറിയൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് തുറന്നത്. ഇത് ഇന്ന് കറി വെച്ചിട്ട് നാളെ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ ഇങ്ങനെയാണോ കറി വെക്കുന്നത്? എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമായാൽ ഈ മീൻ കിട്ടുമ്പോൾ ഇനി ഇങ്ങനെ കറി വെച്ച് നോക്കണേ. എന്നാൽ ശരി, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും മീൻ കറി വെച്ചതല്ലേ, ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മീൻ കറി ഒഴിച്ചൊന്ന് പെരട്ടി കുഴച്ച് കഴിച്ചാലോ? അപ്പോൾ എന്നും എന്തെങ്കിലും കറി വെക്കുമ്പോൾ ആദ്യം ഞാനാണ് കഴിച്ചു നോക്കുന്നത്. ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഇത് കഴിച്ച് കാണിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണേ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.